ജഗൻ എന്താ മോളെ വൈകുന്നത്? അത് വിക്രമിന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ നോക്കുന്നത് ജഗനല്ലേ? അതിന്റെ ജോലി കൂടുതലും ഉണ്ടാച്ചാ. ഓ, അതാ ഇപ്പൊ എന്റെ മനസ്സിലൊരാദി. വിക്രം അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളല്ല. നീ എന്തെങ്കിലും വരുന്ന പ്രതീക്ഷയിൽ നീ ഇല്ലാത്ത ലോകത്ത് എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. സ്നേഹിച്ച് തോപ്പിക്കാണോ എന്നെ? ചിലന്തിയുടെ കയ്യിൽ ഇര കുടുങ്ങിയതുപോലെയാ നിന്റെ അവസ്ഥ. അയ്യോ, ഗുളിക. ഹരിതേ, മനോജ് വന്നില്ലേ? ഇല്ലെന്ന്. മോളെ, ഭാര്യയും ഭർത്താവും ആകുമ്പോ സ്വാഭാവികമായും തർക്കങ്ങളൊക്കെ ഉണ്ടാകും. നാളെയാവുമ്പോ അതൊക്കെ മാറിക്കോളും അമ്മേ. ഹരിത ആഹാരം കഴിക്കട്ടെ. ഹരിത കഴിക്ക്. അങ്ങനെയല്ല പ്രകാശ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏത് തർക്കവും അത്താഴ മേശയ്ക്കരികിൽ തീർന്നിരിക്കണം. ആ തർക്കത്തിന് ഒരു പകലിന്റെ ആയുസ് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലമ്മേ, ഇന്നത്തെ ദിവസം ഇവര് രണ്ടുപേരും അധികം സംസാരിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചന്ദ്രുവിന്റെ നിലപാടുകളായ എപ്പോഴും ശരി. എന്നുവെച്ച് മനോജ് മദ്യപിച്ച് വന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്തതിന് നമ്മളെല്ലാവരും ചേർന്ന് അവനെ ഒത്തിരി വഴക്ക് പറഞ്ഞില്ലേ? മതി, പിണക്കമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഹരിതമോളെ, ചിലപ്പോ അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തില് അവൻ കുറച്ച് കഴിച്ചതായിരിക്കും. ഞാൻ കരുതി പ്രകാശന് അത്താഴം കഴിക്കാൻ അവനെയും കൂട്ടി വരുമെന്ന്. ഞാൻ പോയി വിളിക്കാച്ചാ? വേണ്ട, ഹരിത പോയി വിളിക്കട്ടെ. അതാ അതിന്റെ ശരി. എന്തൊരു വിശപ്പാ! ഉള്ള സ്പിരിറ്റ് എല്ലാം കൂടെ കുടിച്ചിട്ട് വയറെരിയുന്നു. നാണം കെട്ടിയങ്ങ് കേറാനും വയ്യ. ജഗൻ എന്താ മോളെ വൈകുന്നത്? അത് വിക്രമിന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ നോക്കുന്നത് ജഗനല്ലേ? അതിന്റെ ജോലി കൂടുതലും ഉണ്ടാച്ചാ. ഓ, അതാ ഇപ്പൊ എന്റെ മനസ്സിലൊരാദി. വിക്രം അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളല്ല. ശ്യാം തറക്കല്ലേടിയിൽ വന്നപ്പോ പറഞ്ഞതെല്ലാം നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? ജഗൻ അയാളോടൊപ്പം ബിസിനസ് ചെയ്യുന്നതില് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. വിക്രത്തിന് മയക്കുമരുന്ന് കച്ചവടം എന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല. പ്രകാശ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പാവം വന്ദനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ. ജഗൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടിക്കൊടുക്കുന്ന ആളല്ല. അതുകൊണ്ട് വന്ദനെ അതോർത്ത് ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട. വന്ദനയ്ക്ക് ഒരനുഭവം ഉള്ളതാ. വിക്രത്തിന്റെ കയ്യിലിരിപ്പിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്റെ അനിയത്തിയാ. അതുകൊണ്ടാ എനിക്കൊരു ഭയം. മനോജ്, ആഹാരം കഴിക്കാൻ വാ. എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. എന്റെ നാക്കിനെ പറഞ്ഞാ മതി.
വിളിച്ചപ്പോഴേ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അവളെ നിർബന്ധിക്കുന്ന കരുതിയ വേണ്ടെന്ന് പറഞ്ഞു. അത് അബദ്ധമായി. മനോജ് എവിടെ മോളെ? ആഹാരം വേണ്ടെന്ന്. ആശ്വാസായി. ഞാൻ കരുതി ഇണക്കവും പിണക്കമൊക്കെ ഇന്ന് തന്നെ സംഭവിക്കുന്നു. ഇത് മതി. ഈ ഒരു കനൽ ഞാൻ ഓതി ഓതി കാട്ടുതീയാക്കിക്കൊള്ളാം. പ്രകാശേട്ടൻ എന്തേ ആലോചിക്കുന്നത്? ഞാൻ വിക്രത്തിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. വേണ്ടമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ചിക്കോന്തനായ മനോജ് ഭാര്യ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ആര് വിളിച്ചിട്ട് വരില്ല എന്നർത്ഥം. പ്രകാശേട്ടൻ എന്തിനാ വിക്രമിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വന്ദന ഇങ്ങനെ പേടിപ്പിച്ചത്? ഒന്നാമത് വന്ദനയ്ക്ക് വിക്രത്തിനെ പണ്ടേ ഇഷ്ടമല്ല. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ കുടുംബത്തിലെ മൂത്ത ആളുടെ ഉത്തരവാദിത്ത. ഇവൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമേ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ചേച്ചി ചെവി വേദനിക്കുന്നു. എത്ര നേരെ വിളിക്കുന്നു? ദേ, അങ്ങോട്ട് ഇരുന്നേ. ഇരിക്കങ്ങോട്ടോ. ഇവളാണ് എല്ലാത്തിനും പ്രശ്നം. മോളെ ദാ എടുത്തു കൊടുക്ക. നിനക്ക് കൈ കഴുകണ്ടേ മനോജെ? കൈയൊക്കെ നേരത്തെ കഴുകിയായിരുന്നു.